ഹായോ, എൻ്റെ ഒരു അജേഷ് എന്നാണ്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണ് നല്ലത്, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ടത്. എനിക്കറിയാം നിങ്ങൾ പലപ്പോഴും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്ന സാഹചര്യം നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിഞ്ഞു, പക്ഷെ നിങ്ങൾ കൺഫ്യൂഷനാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എടുക്കണോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എടുക്കണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻസ് ഇരിക്കും. അല്ലെങ്കിൽ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഇന്നത്തെ കാലത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നിശ്ചിത തുക അടയ്ക്കുന്നതിന് നമുക്ക് ഒരു കവറേജ് ലഭിക്കുന്നു. അതായത് നമ്മളൊരു എമൗണ്ട് അടയ്ക്കുന്നു, അതിന് നിശ്ചിത തുക നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് മേഖലയെ ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു കവറേജ് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെയധികം എന്താ പറയുക, അത്യാവശ്യമാണെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ആയുസ് പണിയെടുത്ത് നമ്മൾ ഉണ്ടാക്കിയൊരു വെൽനസ് അല്ലെങ്കിൽ ഒരു സാമ്രാജ്യമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒരു ആയുസ് മുഴുവൻ എടുത്ത് പണിയെടുത്ത് നമ്മുടെ സേവിങ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ച് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച പൈസയും കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ തീരും, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം അത്രയും വലിയ എമൗണ്ടുകളാണ് ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ ബില്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് തന്നെ അറിയാം, മേജർ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ തന്നെയാണ് സ്റ്റാർട്ടിങ്. അതിൻ്റെ മുകളിലേക്ക് എത്ര വരെ പോകുന്നുള്ളത് അതിൻ്റെ കാഠിന്യം, എത്ര ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഇൻഷുറൻസിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നമുക്കറിയാം, നമ്മളെ കാറ്, ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷുറൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്ത് മാത്രം നമ്മൾ എന്താ പറയുക, ഇൻഷുറൻസ് ചെയ്യപ്പോഴും വിട്ടു. അപ്പം അത്രയും പ്രയോറിറ്റിയോടെ കാണുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. മാത്രമല്ല, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ ഒരുപാട് പോളിസി ഉണ്ട്. ഒരു കമ്പനിക്ക് തന്നെ ഇഷ്ടം പോലെ പോളിസീസ് ഉണ്ട്. അത് ഒക്കെ നമുക്ക് ആപ്റ്റാണോ, നമ്മൾ ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരാൾക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാകുന്നത് വളരെയധികം നന്നാവും. ഫാമിലിക്ക് ആണെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനനുസരിച്ചിട്ട് ഒരു 20 ലക്ഷത്തിൻ്റെയോ 25 ലക്ഷത്തിൻ്റെയോ ഒക്കെ പ്രീമിയം എടുത്തു വെക്കുന്നത് 4 മെമ്പേഴ്സുള്ള ഫാമിലിക്ക് ആണെങ്കിൽ നല്ലതാണ്. നമുക്ക് അത്രയും എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രീമിയം ചെയ്യാവുന്നതാണ്. അപ്പം ഒരു നോർമലി ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസീസിനൊക്കെ വരുന്നത് ഈ 2025 ഏകദേശം ഒരാൾക്കാണെങ്കിൽ 8,000 ടു 9,000 രൂപയ്ക്കാണ് വരുന്നത്. അത് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 600-700 രൂപയുടെ ചിലവേ ഒരാൾക്ക് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും പൈസ മുടക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ഇയർലി ഒരു 9,000 അല്ലെ 8,000 രൂപ മുടക്കി കഴിയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന കവറേജ് 10 ലക്ഷം വരെ കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവറേജിൻ്റെ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ഈ കവറേജിന് പുറമെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് പോണ ഹോസ്പിറ്റലിനകത്ത് ക്യാഷ്ലെസ് ആയിട്ട് ഈ നമ്മൾ എടുക്കുന്ന പോളിസി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കമ്പനി അവർക്ക് അവിടെ ടൈപ്പ് ഉണ്ടോ എന്ന കാര്യം, അത് എംപാനൽ ചെയ്ത കമ്പനിയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും, ആ ഹോസ്പിറ്റലിനകത്ത് നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് അവരെടുക്കുമോ. അതും എടുക്കുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാവുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, കമ്പനി ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊടുത്തോളൂ. നേരെ മറിച്ചിട്ട് ക്യാഷ്ലെസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു ഇനീഷ്യൽ എമൗണ്ട്, ഹോസ്പിറ്റലിൻ്റെ ബില്ല് എത്രയാണോ ആ ബില്ല് എമൗണ്ട് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അത് പിന്നെ നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ബില്ല് കാര്യങ്ങൾ കമ്പനിയിലേക്ക് അയച്ച് അവർ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത രീതിയാണ് മറ്റൊരു രീതിയുള്ളത്. അപ്പോൾ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ആ ഇൻഷുറൻസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഷുറൻസിൽ കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ആഡ് ഓൺ ആയിട്ടുള്ള ചേർക്കേണ്ട പോളിസിയാണ് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക്
അവിടെയുള്ള ഇപ്പോൾ ഒരു സർജറി ആണെങ്കിൽ അതിന് വേണ്ട കത്രിക, അതുപോലെ സർജറിക്ക് വേണ്ട മാസ്ക്, അങ്ങനെയുള്ള സിറിഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മുടെ പോളിസിയിൽ കവറേജ് ആവില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഓൺ. എനിക്കൊന്നും വളരെ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, അതിനൊക്കെ ഒരു 750 രൂപയൊക്കെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് പോളിസി കിട്ടും. നമ്മുടെ എടുക്കുന്ന പോളിസീസിൽ എല്ലാ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു 750 രൂപ കൊടുത്ത് നമ്മൾ കൺസ്യൂമബിൾസും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നമുക്കൊരു 1 ലക്ഷം ബില്ലായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സിനും നമ്മുടെ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 15,000 ഒക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 15,000 നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരും, കൺസ്യൂമബിൾസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് കൺസ്യൂമബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒന്നാണ് പോളിസി. ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ ഒരു കമ്പനിക്ക് തന്നെ ഒരുപാട് പോളിസികളുണ്ടാവും. നമ്മളെ പൈസ കുറയുന്നതിനനുസരിച്ചിട്ട് പോളിസിയിൽ കമ്പനി ചെറിയ ചെറിയ ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ടാവും. അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കുന്നതിനേക്കാളും പൈസയാണ് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു നേരത്തെ റൂം എടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. 5 സ്റ്റാർ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നു 5,000 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടും, അല്ലെങ്കിൽ ഒരു 5,000 to 10,000 രൂപയ്ക്ക് അത്യാവശ്യം മോശമില്ലാത്ത റൂം കിട്ടും. പക്ഷെ ഒരു ഹോസ്പിറ്റലിലെ ബില്ല് എന്തായാലും ഒരു നേരത്തിന് അത്ര ഫെസിലിറ്റീസ് ഇല്ലാണ്ട് പോലും നമുക്ക് ആ ഒരു റേഞ്ച് വരുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റൂം ലിമിറ്റ്, റൂം കാറ്റഗറി, എനി റൂം എന്ന കാറ്റഗറി എന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. കാരണം നമുക്കറിയില്ല ഹോസ്പിറ്റൽസിൽ ഏത് റൂമാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീലക്സ് ആണോ അല്ലെങ്കിൽ സാധാ റൂംസ് ആണോ, ഏത് റൂമാണ് അവൈലബിലിറ്റി ആയിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ ലിമിറ്റ് ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത്രയും പൈസ മാത്രമേ കമ്പനി നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എനി റൂം കാറ്റഗറി എന്നുള്ള അത് ഉള്ള പോളിസി തന്നെ, ഏത് റൂമും എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എനി റൂം എന്ന പോളിസി തന്നെ നമ്മൾ ഉൾപ്പെടുത്തി അതേ പോളിസി എടുക്കുക. നമ്മുടെ പോളിസിയിൽ എപ്പോഴും എനി റൂം എന്ന കാറ്റഗറി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് വരുന്ന വേറെ ഒന്നാണ് നമ്മുടെ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയും. ഈ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത് നമ്മൾക്കറിയാം, ഇപ്പോൾ അത്യാവശ്യം ഒരു പാവപ്പെട്ട, എന്താ പറയുക, ഡെയിലി പണിയെടുക്കുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ, ഫാമിലിയിൽ ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വർക്കിന് പോകാൻ പറ്റില്ല. ആ സമയത്ത് ആ കുടുംബത്തിൻ്റെ വരുമാനം തന്നെ സ്റ്റക്ക് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പോളിസികളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻ കേസ് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഡെയിലി ഒരു എമൗണ്ട് നമ്മുടെ ബാക്കി എല്ലാ എക്സ്പെൻസും കവർ ചെയ്തിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഉള്ള ഡെയിലി ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് പോളിസി സെറ്റ് ചെയ്താക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉൾപ്പെടുത്തുക. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഇതിന് പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പോളിസി എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മുടെ കമ്പനിയുടെ ക്ലെയിം റേഷ്യോ ഒന്ന് നോക്കുന്നതുണ്ടാവും. അതായത് നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ എങ്ങനെയാണ് ഇവർ പോളിസി എല്ലാം അപ്രൂവ് ആക്കുന്നത്, എല്ലാ പോളിസീസും അപ്രൂവ് ആക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതുണ്ടാവും. ഒരു മിനിമം ഒരു, ഞാൻ പറയുകയാണെങ്കിൽ 90-ന് മുകളിലുള്ള എല്ലാ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയും അത്യാവശ്യം നമുക്ക് ഓക്കെയാണ്. 90-ന് താഴെയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനി പ്രിഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം അവർ ക്ലെയിംസ് കൊടുക്കുന്നത് അത്രയും സെറ്റിൽമെൻറ്റ് കുറഞ്ഞായിട്ടായിരിക്കും. അതായിരിക്കും 90-ന് താഴെ ഉള്ള കമ്പനികളൊന്നും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. 90-ന് മുകളിൽ ഉള്ള കമ്പനിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കി അതിനുശേഷം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ പോളിസി എടുക്കാവുന്നതാണ്. ഒരിക്കലും ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമ്മളെന്ത്, ആദ്യത്തെ പോളിസിനെ കേട്ട് അതിൽ ഓക്കെ ആയി എടുക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2-3 കമ്പനി കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു കമ്പനി ഏതാണ് എന്നുള്ളത്. അതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനികളുടെ പ്രീമിയം തുകകളും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്, ഉൾപ്പെടുത്തുന്നതല്ല, വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നിങ്ങളെ മറ്റ് ഫാമിലി മെമ്പേഴ്സിനും കൈമാറാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പം ഞാൻ പോളിസി എടുത്തു, ഞാനത് എൻ്റെ കയ്യിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പോളിസി എടുത്തിട്ടുള്ളത്.
അത് ഫാമിലിയിൽ വേറെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലാവുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ബോധം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം വേറൊരാൾക്ക് അറിയെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും, അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫാമിലിയിൽ ഉൾപ്പെടുത്തി വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു ചെറിയ പോളിസിയെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിൽ എടുത്തു വെക്കുക. നിങ്ങൾക്കത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരത്തിലേ പെടുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഹെൽത്ത് ആയിരിക്കണം പ്രയോറിറ്റി, നമ്മുടെ ഫാമിലിയുടെ ഹെൽത്ത് ആയിരിക്കും പ്രയോറിറ്റി. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഫാമിലി പറഞ്ഞപ്പോഴാണ് നമുക്ക് മെറ്റേണിറ്റിയും നമുക്ക് കവർ ചെയ്യാൻ പറ്റും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുകളിൽ. ഈ മെറ്റേണിറ്റി കവർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മിനിമം ഒരു 2 വർഷം മുമ്പെങ്കിലും നിങ്ങൾ പോളിസികൾ എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ മെറ്റേണിറ്റി പ്രോപ്പറായിട്ട് കവർ ആവുള്ളൂ. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും ചില പോളിസികൾക്ക്. വെയിറ്റിംഗ് പീരീഡ് ഇല്ലാത്ത പോളിസി എടുക്കുമ്പോൾ ഭയങ്കര പ്രീമിയം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതിനൊപ്പം തന്നെ മെറ്റേണിറ്റി നിങ്ങൾ കവറേജ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രസവമാണ് കവർ ചെയ്യുന്നത്. ആ പ്രസവം കഴിഞ്ഞാൽ ഉള്ള ഇത് നമ്മൾ കവർ ചെയ്യുന്നില്ല. അതിനുകൊണ്ട് നിങ്ങൾ എന്ത് ഉൾപ്പെടുത്തണം? ന്യൂ ബോൺ ബേബി കൂടി അതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാലേ ഉള്ളൂ ഇൻ കേസ് കുട്ടിക്ക് ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷൻസ് NICUയിലോ അങ്ങനെ എന്തെങ്കിലും അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്യണമെങ്കിൽ എപ്പോഴും ന്യൂ ബോൺ കവറേജ് എടുക്കണം നമ്മൾ. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിൻ്റെ ഒരു 63 ദിവസം മുമ്പുള്ള ബില്ലുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഡിസ്ചാർജ് ആയി കഴിഞ്ഞ ശേഷമുള്ള 180 ദിവസം വരെയുള്ള ബില്ലുകളും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും കവർ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ കൺഫേം ചെയ്യണം നിങ്ങളെ പോളിസിയിലും അതുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പോളിസികൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മളെ നമ്പേഴ്സ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.